ഹംസ സാറേ, സൂചിച്ചായിരുന്നോ? വലിയ വണ്ടിയിലൊക്കെ ആണല്ലോ. എനിക്ക് ആ ഉത്സവത്തിന്റെ ഡ്യൂട്ടി ആയിരുന്നു. ഫ്രണ്ടിന്റെ വണ്ടി കിട്ടിയപ്പോ ലിഫ്റ്റ് അടിച്ചതാ. ശരി സാർ. ആടാ ഇപ്പൊ കാക്കിയില്ല. ചാർജ് എടുത്തിട്ട് ചൂടോടെ വിളിക്ക. CSR വന്നിട്ട് ഡ്യൂട്ടി പറയും. പുണ്യാളെ ഞാനൊരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്, അതും അങ്ങ് ഏറ്റാ മതിയായിരുന്നു. ഹലോ, സീനിയർ ഓഫീസർ കണ്ട സല്യൂട്ട് ചെയ്യില്ല അല്ലേ? അത് സാർ ഞാൻ വേണ്ട വേണ്ട, താൻ ചെല്ല്. ഇന്നത്തേക്ക് ഈ ടിഷ്യൂ മതി. സാർ എൻ്റെ ഡ്യൂട്ടി പറഞ്ഞില്ലായിരുന്നു. തന്നെ ഞാനൊന്ന് സ്റ്റഡി ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഡ്യൂട്ടി ഇടാം. നീ പോടാ, നിനക്ക് ചെയ്യും. ഇതും അതേപോലത്തെ വല്ല കേസാണ്. ഏയ് മദാമ ഡീസന്റ് അല്ലേ? വിസ കാലാവധി കഴിഞ്ഞ് ഓവർ സ്റ്റേ ചെയ്ത കേസാ. കോടതി പോണം, ജാമ്യം എടുക്കണം, അത്രേ ഉള്ളൂ. My girlfriend. Good selection. Mercy, madam. Aiva. അവരെന്നെ വിചാരിച്ചു കാണോ? അവരെന്ത് വിചാരിക്കാൻ? Let's go top gear. പ്രതിഭൻ സാറേ, വാ. അപ്പച്ചരി കാണാം, വാടാ. ഇതെന്നെ കാറൊക്കെ ആയിട്ട് കോടതി ഡ്യൂട്ടിക്ക് ജീപ്പ് എന്ത്? അത് നമ്മുടെ കുഞ്ഞുമുഹമ്മദ് സാർ കൊണ്ടുപോയെന്നേ. പോലീസ് അസോസിയേഷന്റെ പരിപാടിക്കായിരിക്കും. തീരെ ഏർപ്പാടാ. അത് തന്നെ. അതുകൊണ്ട് എന്നോട് ഹംസ സാർ പറഞ്ഞു ടാക്സി വിളിച്ചോളെ. അത് നന്നായി. അല്ല, ഇതെന്നതാ സാറേ കേസ്? മോഷണം, കൊലപാതക ശ്രമം. ഓ, കൊറേ ഉണ്ടല്ലോ. അതെ, മിടുക്കനാ. നടക്ക്, വാ വാ. അതെ, അയാളെ അറിയോ? ഏയ് ഇല്ല. അയ്യോ എൻ്റെ അമ്മേ. അതെ, നാളെ ഒരു സ്പെഷ്യൽ ഡേയാ. എന്നാന്ന് പറയാവോ? എന്താ അറിയില്ല. എന്നാന്ന് അറിയത്തില്ലേ? ഇല്ല. നീ പോടാ, പോ. ഞാൻ വിളിക്കാം. അവിടെ നിൽക്കി. എൻ്റെ പൊന്നാംസക്ക് എന്നെ അങ്ങ് കൊല്ലി. അതാണ് ഇതിനേക്കാളും നല്ലത്. സാർ, ഇന്നലെ രാത്രി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരുത്തൻ വണ്ടിയുടെ ടയർ മാറുന്നു. ഛേദമില്ലാത്തൊരു വേറില്ലെന്ന് ഓർത്ത് ഞാൻ കുറച്ച് നേരം ടോർച്ച് അടിച്ചു കൊടുത്തു. ഒരു വണ്ടിയുടെ 4 ടയറും ഒരുമിച്ച് പഞ്ചറാവും. സാർ, ഞാൻ പറഞ്ഞല്ലോ, പറ്റിപ്പോയി. ഒരു വേറെ ഞാൻ പോയതാ. എടോ, അത് ആ കളക്ടർ അമ്മായിച്ചൻ്റെ വണ്ടിയാ. ഈ വിഷ്വൽസ് വെച്ചിട്ട് എവിടെന്നെങ്കിലും അവനെ പൊക്കാൻ പറ്റുമോ നോക്ക്. സാർ, ഡ്യൂട്ടിയിലുള്ള എല്ലാവരോടും ഇറങ്ങി അന്വേഷിക്കാൻ പറ. ചെല്ലേ. എല്ലാവരും ഇറങ്ങിക്കോ. സിറ്റി മുഴുവൻ അടിച്ചു പറയണം. ഇന്ന് അവനെ പിടിച്ചിരിക്കണം. അവന്റെ കളി. കൊച്ചിയിലെങ്ങോട്ടാ? അല്ല, എല്ലാരോടും ഇറങ്ങാൻ പറഞ്ഞില്ല. എന്നാത്തിനാ? പാതിരാത്രിക്ക് വെള്ളം കണ്ട് പേടിച്ച് ബോധം കണ്ട് വീഴാനോ? അയ്യോ, ഇവിടെ ഇരുന്നാ മതി. ഞാൻ പറഞ്ഞോ സാറേ, ഈ കുട്ടിയുടെ ഒറ്റയ്ക്കല്ലോ ഒരു സേഫ്റ്റിക്ക്. താൻ കൂടെ വരുന്ന കുട്ടിയുടെ സേഫ്റ്റി കൂടുതൽ നല്ലതാണ്. ഇറങ്ങിയാടോ. ചുമ്മാ ചൊറയുന്നേ. ആ ടയർ ഇപ്പൊ വേറെ ഏതെങ്കിലും വണ്ടി കിടന്ന് കറങ്ങുന്നുണ്ട്. എങ്ങോട്ടാ സാർ പോണ്ടേ?
ഹലോ. സ്പെഷ്യൽ എന്താന്നൊക്കെ പിടികിട്ടി. തന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ഷോ ഇതെങ്ങനെ മനസ്സിലായി? അതെല്ലാം സുക്രണൻ ചൊല്ലിയാച്ച്. അയ്യോ അതാരാന്നേ? നിന്റെ ഫേസ്ബുക്കിന്റെ മുതലാളി. അതെ, പിന്നെ ഒന്ന് ചാടാൻ പറ്റുമോ? തന്റെ കുന്നിക്കുരും കൂളിംഗ് ഗ്ലാസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് പോടാ, ഇത് ട്രാഫിക് അല്ല, ലോക്കലാ. രാവിലെ 8 മണി വരെ ഡ്യൂട്ടിയാ. അപ്പൊ പുണ്യാളിനെ പരിചയപ്പെടുത്തി തന്ന എനിക്ക് തന്നെ പണി. ആ ട്രാഫിക്കിലാകുന്ന സമയത്ത് റോട്ടി വെച്ചെങ്കിലും കാണാൻ പറ്റും. എടോ, തനിക്കൊരു സർപ്രൈസ് റൈഡ് തരാൻ വേണ്ടി കുറച്ച് മെനക്കെട്ട് ഒപ്പിച്ചതാ. 2 മണിക്കൂർ ചാടറൂ വനിതാ കോപ്പേ. ഓ പറ്റില്ലെങ്കിൽ വേണ്ട, വണ്ടി ഞാൻ തിരിച്ചു കൊടുത്തോളാം. നീ ഡാർക്ക് അടിക്കല്ലേ, നീ നിൽക്കും, ഞാനൊന്ന് എറിഞ്ഞു നോക്കട്ടെ. ആ എന്താ സുജയ? അത് സാർ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഹൗ സ്വീറ്റ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു സാർ. പിന്നെ എനിക്കിന്നൊരു 2 മണിക്കൂർ പുറത്തു പോകണമെന്നുണ്ടായിരുന്നു. ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്തോളാം. എന്താ ബർത്ത്ഡേ സെലിബ്രേഷനാ? എന്നാ താനൊരു കാര്യം ചെയ്യ്, ലീവ് ഒന്നും എടുത്ത് കാശ് കളയണ്ട, ഒപ്പിട്ട് ഇറങ്ങിക്കോ. താങ്ക് യു സാർ. അതെ, പോകുമ്പോൾ ആ ഡ്രസ്സിംഗ് റൂമിൻ്റെ അവിടെയുള്ള ഗേറ്റ് വഴി ഇറങ്ങിക്കോ. മെയിൻ ഗേറ്റിൽ CC ക്യാമറ ഉണ്ട്. വെൽക്കം വെൽക്കം ബർത്ത്ഡേ ഗേൾ. സമയനദിയിലിരവ് മടിയിൽ നഗര വഴിയിൽ ഒഴുകി ഒഴുകി ഇവളിൽ ഇവനും ഇവനിൽ ഇവളും അലകളായി ഒരുപാട് ഭംഗിയെന്നു തോന്നിയിരുളിന് ഒരു പോള കണ്ണു ചിമ്മിയില്ല ഇരുവര് ഇതിനായി പിറന്നു വീണ പോലെ മധുരമീ കരളിലെ. ഇതെവിടേക്കാ നീ എന്നെ കൊണ്ടുപോകുന്നേ? അതൊക്കെ ഉണ്ട്, താൻ വാ. ഓം ഹ്രീം സന്ധി. മണി ആറായി, ഞാൻ ചെല്ലട്ടെ. ഈ ദിവസം തീരുന്നതിന് മുമ്പ് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. അതൊക്കെ നീ നാളെ പറഞ്ഞാൽ മതി. എന്നെ പിടിച്ചു നിർത്താൻ നിന്റെ ഓരോ നമ്പറുകളെ. പൊക്കെ പൊക്കെ പൊക്കെ. എടാ, എനിക്കും ഈ രാത്രി മുഴുവൻ നിന്റെ കൂടത്ത് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ട്. പക്ഷെ നീ ചെല്ല്, ക്വാർട്ടേഴ്സിലുള്ള വല്ലവരും കണ്ടാ പിന്നെ അത് മതി. ശരി, പൊക്കോ. ആ വളവ് തിരിയുന്നവരെ ഇവിടെ നിന്ന് കാണാമല്ലോ. എന്തുവാടാ ഇത്? ശരി.